ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു നാടൻ വിഭവമാണ് കാണാൻ പോകുന്നത്. കപ്പ കൊണ്ട് ഉപ്പുമാവ്. കപ്പ താളിച്ചത് എന്നും പറയാറുണ്ട്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഈ ചാനലിനെ കുറിച്ച് ഞാനൊന്ന് പറയാം. ഈ ചാനലിൽ 2 മുതൽ 4 മിനിറ്റ് ദൈർഘ്യമുള്ള കുക്കിംഗ് വീഡിയോസാണ് ഇടാറ്. ചാനൽ നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കണേ. കപ്പ ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം വലിപ്പമുള്ള കുറച്ച് മൂത്ത കപ്പയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആദ്യം ഇതിൻ്റെ തോല് കളഞ്ഞിട്ട് ഒന്ന് വൃത്തിയാക്കി എടുക്കുകയാണ്. ചില കപ്പയിൽ നീലയോ കറുപ്പോ കളറിൽ വരകൾ അതുപോലെ ചെറിയ ചെറിയ പുള്ളിയായിട്ട് ഇങ്ങനെ കാണാറുണ്ട്. മാക്സിമം അതുപോലെയുള്ള കപ്പകൾ ഉപയോഗിക്കാതിരിക്കുകയായിരിക്കും കേട്ടോ നല്ലത്. അതേപോലെ കപ്പയിൽ ചെറുതായിട്ട് സയനൈഡിൻ്റെ അംശമുള്ളത് കാരണം ഇതേപോലെ കട്ട് ചെയ്തതിന് ശേഷം 4-5 തവണ വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയെടുക്കണം കേട്ടോ. ഈ സയനൈഡ് അത്ര ഹാംഫുൾ ആയതൊന്നും അല്ല, എന്നാലും ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഇത്രയും തവണ കഴുകിയെടുക്കുന്നത് നല്ലതായിരിക്കും. ഞാനിപ്പോൾ കപ്പ വട്ടത്തിൽ ഇങ്ങനെ ചുറ്റിച്ചിട്ടാണ് ഇങ്ങനെ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കുന്നത്. ഉപ്മാവ് ഉണ്ടാക്കാനായതുകൊണ്ടാണ് ഞാൻ കുറച്ച് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിയുന്നത്. ഈ കപ്പയുടെ നടുക്കൊരു നാരുണ്ടാവില്ലേ, അത് നമുക്ക് ആവശ്യമില്ല. അപ്പം ഇങ്ങനെ ചുറ്റിച്ചരിയുമ്പോൾ ഈസി ആയിട്ട് ആ നാര് നമുക്ക് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ കഷ്ണങ്ങളാക്കി മാറ്റിയതിന് ശേഷം ഞാൻ ഇതൊന്ന് കഴുകിയെടുക്കുകയാണ്. ഞാൻ 5 പ്രാവശ്യം കഴുകിയെടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടിയിലേക്ക് മാറ്റുകയാണ്. കപ്പയിൽ മുങ്ങി കടക്കാനോ അതിൽ കൂടുതലോ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വേണം വേവിക്കാൻ. നമ്മൾ കപ്പ വറ്റിച്ചെടുക്കരുത് കേട്ടോ, കുറച്ച് അധികം വെള്ളം ഒഴിച്ചു കൊടുക്കണമെന്ന് മാത്രം. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും കല്ലുപ്പും ചേർത്തിട്ടുണ്ട്. കപ്പ ഒരു പകുതി വേവായതിനു ശേഷം ഉപ്പ് ചേർത്താലും മതി. ഞാനിപ്പോൾ ചേർത്തുന്നേ ഉള്ളൂ. ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഹൈ ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിരുന്നത്. ഇതുപോലെ നന്നായിട്ട് വെട്ടി തിളയ്ക്കുന്ന സമയത്ത് ഞാനതൊരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഏകദേശം ഒരു 10 മിനിറ്റ് ഞാനിത് തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും എനിക്ക് കപ്പ നന്നായിട്ട് വെന്ത് കിട്ടി. ഓരോ സീസണിലും കപ്പയുടെ വേവ് വെവ്വേറെ ആയിരിക്കും അല്ലേ. സീസൺ അല്ലാത്ത സമയത്താണെങ്കിൽ കപ്പ ചിലപ്പോൾ വെന്തു തന്നെ ഇരിക്കില്ല. ഇപ്പോൾ എന്തായാലും എൻ്റെ കപ്പ ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലെ ബാക്കി വന്ന വെള്ളം ഞാനൊന്ന് ഊറ്റി മാറ്റുകയാണ്. എന്നിട്ട് ഇതാ കപ്പ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് താളിച്ചെടുക്കുകയാണ് വേണ്ടത്. അതിനായിട്ട് ഞാൻ മറ്റൊരു ചട്ടിയിലേക്ക് കുറച്ചധികം തന്നെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കടുകിട്ട് പൊട്ടിച്ചെടുക്കുകയാണ്. അതിനുശേഷം കുറച്ച് ഉഴുന്ന് പരിപ്പും ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. വെളുത്തുള്ളി നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കുറച്ച് അധികം തന്നെ ചേർക്കാവുന്നതാണ്. ഇപ്പോൾ ഈ ഒരു ഗോൾഡൻ ഷെയ്ഡിലേക്ക് മാറുമ്പോൾ വറ്റൽമുളകും കറിവേപ്പില ഇട്ടിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഈ ചെറിയുള്ളിയുടെ കളർ ഒന്ന് മാറാൻ തുടങ്ങുന്ന സമയത്താണ് ഇതിലേക്ക് കപ്പ വേവിച്ച് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പണ്ട് കാലത്തെ നമ്മൾ ആരുടെയെങ്കിലുമൊക്കെ വീട്ടിൽ പറയാതെ വിരുന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് തരാൻ എണ്ണ പലഹാരങ്ങളൊന്നും ഇല്ലെങ്കിൽ അവർ പെട്ടെന്ന് തട്ടിക്കൂട്ടുന്ന ഒരു വിഭവമാണ് ഈ കപ്പ ഉപ്മാവ് എന്ന് പറയുന്നത്. അതേപോലെ കപ്പപ്പുഴുക്ക്, ചക്കപ്പുഴുക്ക്, ഇതൊക്കെ ഇത് ഉണ്ടാക്കുമ്പോൾ എനിക്ക് ആ പഴയ ഓർമ്മകളൊക്കെയാണ് വരുന്നത്. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായം അറിയിക്കൂ കേട്ടോ. അടുത്ത വീഡിയോയിൽ മറ്റൊരു റെസിപ്പിയുമായി കാണാം. എല്ലാവർക്കും നന്ദി.